അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് ട്രംപ് കടുത്ത നിലപാടുകൾ ഇങ്ങനെ സ്വീകരിച്ചു പോരുന്നതും ഓരോ ദിവസം ലോകരാജ്യങ്ങൾ അതിനെ ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കുന്നതും. തന്റെ രാജ്യത്തിന് ഭീഷണിയായി വരുന്ന എന്തിനേയും ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യം മാത്രമാണ് ട്രംപിന് മുന്നിൽ ഇപ്പോഴുള്ളത്. അതിന്റെ ഭാഗമായി ഭീകരരെയും ഒരു കാരണവശാലും വെച്ച് പൊറുപ്പിക്കില്ല എന്ന് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. അതിനുദാഹരണമായ ഒരു നീക്കം തന്നെയാണ് ആഫ്രിക്കൻ രാജ്യമായ സൊമാലിയയിൽ അവിടെ വേരുറപ്പിച്ച, അവിടെ ഇപ്പോൾ വലിയ തോതിൽ ശക്തി കേന്ദ്രമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇക്കാര്യം അവകാശപ്പെട്ടിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ ഒട്ടനവധി ഭീകരർ തന്നെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഗുഹകളിൽ ഒളിച്ചിരുന്ന ഭീകരരെയാണ് തങ്ങൾ കൊലപ്പെടുത്തിയതെന്നും സാധാരണ ജനങ്ങൾക്ക് മേൽ ആപത്തൊന്നും വരാത്ത രീതിയിൽ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ആക്രമണം തന്നെയാണ് തങ്ങൾ നടത്തിയതെന്നാണ് ട്രംപിന്റെ സ്വന്തം സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. താൻ നൽകിയ നിർദ്ദേശം അനുസരിച്ച് അമേരിക്കൻ സൈന്യം വളരെ പക്വമായി കൃത്യമായി ഈ ആക്രമണം നടപ്പിലാക്കി. എന്നാൽ എത്ര പേർ മരിച്ചു എന്ന കാര്യം ഈ അവസരത്തിൽ പറയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതേക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ഇനി വരും മണിക്കൂറിൽ മാത്രമായിരിക്കും പുറത്തു വരുന്നത്. രാജ്യത്തിന്റെ വടക്കൻ മേഖലയിലെ മുതിർന്ന IS നേതൃത്വത്തെ ലക്ഷ്യമിട്ട് തന്നെയാണ് അമേരിക്ക ഈ ആക്രമണം നടത്തിയത്. ഇക്കാര്യം തങ്ങളെ അറിയിച്ചിരുന്നുവെന്നുകൂടി സൊമാലിയൻ പ്രസിഡന്റ് ഓഫീസ് എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. സൊമാലിയൻ ഗവൺമെന്റ് കൂടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ISന്റെ മുതിർന്ന നേതാവിനെയും ഈ ആക്രമണത്തിൽ ലക്ഷ്യമിട്ടതായി ട്രംപ് തന്നെ പറയുന്നു. പക്ഷേ ആ നേതാവിന്റെ പേര് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. എന്തായിരുന്നാലും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങളെ മുഴുവൻ തകർക്കുന്ന രീതിയിലുള്ള ആക്രമണമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. സൊമാലിയയിലെ വിദൂര മേഖലകളിലെ ഗുഹകളിൽ ഒളിച്ചു താമസിച്ച ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ നടത്തിയ ഭീകര പ്രവർത്തനങ്ങൾ അമേരിക്കയ്ക്കും സഖ്യ കക്ഷികൾക്കുമൊക്കെ തന്നെ ഭീഷണിയായി ഇക്കാലമൊക്കെ മാറിയിരുന്നു. അന്താരാഷ്ട്ര ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ അമേരിക്കയുടെ അചഞ്ചലമായ പിന്തുണ അംഗീകരിക്കുന്നുവെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ നീക്കത്തിന് പിന്നാലെ വ്യക്തമാക്കിയത്. ട്രംപിന്റെ നിർണായക നേതൃത്വത്തിന് കീഴിലുള്ള തുടർച്ചയായ പ്രതിബദ്ധതയെ തങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നും സൊമാലിയൻ പ്രസിഡന്റ് ഹസൻ ഷെയ്ഖ് മുഹമ്മദ് എക്സ് പോസ്റ്റിലൂടെ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും പുതിയ ഓപ്പറേഷൻ നടത്തിയതിന് പിന്നാലെ തീവ്രവാദ ഭീഷണികളെ ചെറുക്കാനും സൊമാലിയയും അമേരിക്കയും തമ്മിലുള്ള ശക്തമായ സുരക്ഷാ പങ്കാളിത്തം ലോകത്തിന് മുന്നിൽ തന്നെ വിളിച്ചോതാനും അത് ശക്തിപ്പെടുത്തുന്നതുമായിട്ടുള്ള നീക്കമായി തന്നെയാണ് ഇതിനെ എടുത്തു പറയേണ്ടത്. 2010-കളിൽ പ്രത്യേകിച്ചും സിറിയയിലും ഇറാഖിലും IS അന്താരാഷ്ട്ര മേഖലയിലേക്ക് ഉയർന്നു വന്ന സമയം, വലിയൊരു തോതിൽ അവർ വേരോട്ടം ഉറപ്പിച്ച സമയം. പക്ഷേ പിന്നീട് അതൊക്കെ തന്നെ വേരറുക്കുന്ന നടപടികളിലേക്ക് അമേരിക്ക കടന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അധികം സാന്നിധ്യം പ്രധാനമായും അമേരിക്കയുടെ ചില ഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങിക്കൂടുകയാണ്, പ്രത്യേകിച്ചും സൊമാലിയൻ മേഖലയിലൊക്കെ തന്നെ. സൊമാലിയയിലെ ഏറ്റവും വലിയ ജിഹാദി ഗ്രൂപ്പായ അൽ ഖ്വയ്ദയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന അൽ ഷബാബ് ഗ്രൂപ്പിൽ നിന്ന് 2015-ലാണ് ISന്റെ സൊമാലിയൻ ശാഖ അങ്ങനെ രൂപീകൃതമായത്. സൊമാലിയയിലെ IS ആകട്ടെ പ്രദേശവാസികളെ കൊള്ളയടിച്ച് അവരുടെ പണവും സമ്പത്തുമൊക്കെ തന്നെ കവർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നതിൽ കുപ്രസിദ്ധമാണ്. ഏറ്റവും പ്രധാനമായി ചെറിയ തോതിലുള്ള ഇടയ്ക്കുള്ള ആക്രമണങ്ങൾ നടത്തുന്നു എന്നുള്ളത് മാത്രമാണ് ഇവരെ സംബന്ധിച്ചുള്ള ഒരാവലാതി. നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറുടെ അമേരിക്കൻ ഓഫീസാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡനെ അങ്ങേയറ്റം കുറ്റപ്പെടുത്തിയാണ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. സൈന്യം വർഷങ്ങളായി സൊമാലിയയിലെ IS ആസൂത്രകനെ രക്ഷമിട്ടുവെങ്കിലും ബൈഡനോ അദ്ദേഹത്തിന്റെ സൈന്യത്തിനോ ഇതുവരെയും ഒന്നും തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനൊക്കെ തന്നെ താൻ വേണ്ടി വന്നുവെന്നാണ് ട്രംപ് പറയുന്നത്. ഇതുകൂടാതെ ISന് വലിയൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ലോകത്തെ ഏത് ഭാഗത്തായിരുന്നാലും ഇസ്ലാമിക് സ്റ്റേറ്റ് ഏത് രാജ്യത്തിനും ഭീഷണിയായി തന്നെയാണ് വരുന്നത്. അത് അമേരിക്കയെ തന്നെയാണ് ഏറ്റവും അധികം അലോസരപ്പെടുത്തുന്നത്. ISനും അമേരിക്കക്കാരെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു സന്ദേശമായി തന്നെയാണ് ഇതിനെ നോക്കി കാണേണ്ടതെന്നാണ് ട്രംപ് പറയുന്നത്. നിങ്ങൾ എവിടെയായിരുന്നാലും ഏത് ഗുഹയിൽ ഒളിച്ചാലും ഞങ്ങൾ നിങ്ങളെ കണ്ടെത്തി നശിപ്പിക്കും. ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം അമേരിക്കൻ സൈന്യത്തിന്റെ ആദ്യത്തെ സൈനിക നടപടിയായി കൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. സൊമാലിയൻ സർക്കാരുമായി ഏകോപിപ്പിച്ച് ഈ സൈനിക നടപടി വളരെ വ്യക്തമായി തന്നെ നടത്തിയിരിക്കുന്നു.